പെരുന്നാൾ ദിവസമാണ്. മുഅ്മിനീങ്ങളെ, എനിക്ക് മാത്രമുള്ള പെരുന്നാളല്ല, സർവ മുസ്ലിമീങ്ങൾക്കുള്ള പെരുന്നാളാണ്. ആ പെരുന്നാൾ ദിവസം നാം മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. പെരുന്നാളായാൽ പോലും സന്തോഷമില്ലാത്തവർ നമുക്കിടയിലില്ലേ? അവരെ സന്തോഷിപ്പിക്കാൻ നമ്മെ കൊണ്ട് കഴിയണം. പെരുന്നാൾ ദിവസം അങ്ങനെ ഒരു കാര്യം മറന്നു പോകരുത്. ആരാണവർ? വീട്ടിൽ പ്രായമുള്ള ഉപ്പയുണ്ട്. ഓ പേരമക്കളോട് പറയുന്നു, പേരമക്കൾ ഉപ്പാപ്പാനോട് കൂടെ പെരുന്നാൾ കഴിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചിലപ്പോൾ പ്രായമുള്ള ഉപ്പാപ്പ കിടന്ന കിടത്തത്തിലാണ്. ആ ഉപ്പാപ്പക്ക് നടക്കാൻ കഴിയില്ല, ക്ഷീണിതനാണ്, എണീറ്റിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഓ പെങ്ങളെ, എന്റെ അനുജത്തിമാരെ, പ്രായമുള്ള ഉമ്മാമ വീട്ടിലുണ്ട്, ബാപ്പാന്റെ ഉമ്മയാണ്. ആ ഉമ്മ കിടന്ന കിടത്തത്തിലാണ്, ഉമ്മാക്ക് സന്തോഷമില്ല. ഉമ്മാക്ക് എന്ത് സന്തോഷം? കിടന്ന കിടത്തത്തിൽ നിന്ന് എണീറ്റിരിക്കാൻ ആ ഉമ്മാമാക്ക് കഴിയില്ല, എണീറ്റ് നിൽക്കാൻ കഴിയില്ല, വീട്ടിൽ തന്നെ അടുക്കള വരെ നടന്നു പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു ഉമ്മാമാനെ മറക്കരുത്. പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ പോകണം, ശരിയാണ്. കൂട്ടുകാരുടെ അരികിൽ പോകണം, ശരിയാണ്. കുടുംബക്കാരുടെ വീട്ടിൽ ചെല്ലണം, ശരിയാണ്. സ്വന്തം വീട്ടിൽ കിടന്നിട്ടുള്ള ബാപ്പ ഉപ്പാപ്പാനെയോ ഉമ്മാമനെയോ മറന്നുകൂടാ. അവരെ കൂടെ ഇരുന്ന് ഒരൽപ്പം ബൈത്തുകൾ പാടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ആലപിക്കണം. എന്നിട്ടോ അവരോട് തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കണം, അവരെ ഒന്ന് സന്തോഷിപ്പിക്കണം. അത് വലിയ സംഗതിയാണ്. പേരമക്കളോട് ഞാൻ പറയാണ്, പെരുന്നാൾ ദിവസം ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങളെ നാട്ടിലൊക്കെ പെരുന്നാളിന് പൈസ കൊടുക്കാൻ അറിഞ്ഞിട്ടൊന്നുണ്ട്. പേരക്കുട്ടികളോട് ഉപ്പാപ്പമാർക്ക് വലിയ സ്നേഹമാണ്. പ്രായമുള്ള ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ അവർക്ക് ദുനിയാവിൽ ഇനി കൂടുതൽ സന്തോഷങ്ങളൊന്നുമില്ല. അവർ ഏത് സമയവും മരിക്കാനുള്ളവരാണെന്ന ബോധമുള്ളവരാണ്. കാരണം അവരുടെ താടി രോമങ്ങൾ നരച്ചുപോയി, തലമുടി നരച്ചുപോയി. ഇനി അവരെ സന്തോഷിപ്പിക്കുന്നത് നമ്മുടെ ഇടപെടലുകൾ മാത്രമാണ്, നമ്മുടെ സംസാരം മാത്രമാണ്. അതെ, അവരോട് നാം സ്നേഹം പങ്കിടുന്നത് മാത്രമാണ്. അപ്പോൾ പെരുന്നാൾ ദിവസം ഒന്ന് പോയി അവരെ സന്തോഷിപ്പിച്ച ഒരു സംഖ്യ അവരെ കയ്യിൽ കൊടുക്കുമ്പോ ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സംഖ്യ കൊണ്ട് അവർക്കൊന്നും ചെയ്യാനുണ്ടാകൂല, എന്നാലും അവർക്ക് വലിയ സന്തോഷമാണ്. ഇതുപോലെ അവഗണിക്കപ്പെടുന്നവർ, ശ്രദ്ധിക്കാതെ പോകുന്നവർ, അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പെരുന്നാൾ ദിവസം കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണേ. അതിന്റെ ഒരു ഭാഗവും കൂടിയാണല്ലോ ഉദ്ഹിയ്യത്ത്. കഴിവിന്റെ പരമാവധി സാധുക്കൾക്ക് എത്തിക്കാൻ ശ്രമിക്കണം. ഇതിന്റെ അർത്ഥം സമ്പന്നർക്ക് കൊടുക്കണ്ടെന്നല്ല, അത് കൊടുക്കുന്നതിന് വിരോധമില്ലല്ലോ. സുന്നത്തായ ഉദ്ഹിയ്യത്ത് അതേ കൊടുക്കുന്നതിന് വിരോധമില്ലല്ലോ. അതേ സമയത്ത് ഞാൻ പറയട്ടെ, കഴിവിന്റെ പരമാവധി അൽ ഫുഖറാഉ വൽ മസാകീൻ, സാധുക്കൾക്ക് എത്തിക്കാൻ ശ്രമിക്കണേ. എന്തേ കാരണം? അന്നത്തെ ദിവസം അവർക്ക് അത് വിതരണം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കാൻ വകുപ്പുള്ളതാണ്. ഇതും ഞാൻ സർവ്വ സുഹൃത്തുക്കളോടും ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് നല്ല തഖ്വയോടെ ജീവിച്ച്, ഈമാനോടെ ജീവിച്ച്, ഈമാനോടെ മരിക്കാൻ ഒരുങ്ങിക്കോ. പെട്ടെന്നുള്ള മരണം വ്യാപിച്ചിട്ടുള്ള കാലമാണ്. ഈ അടുത്ത് ഞങ്ങളെ നാട്ടിൽ ഒരു യുവ പണ്ഡിതൻ മരിക്കുന്നു. പ്രായം കൂടുതലൊന്നുമില്ല, ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടന്നതാണ്, ഉണരുന്നില്ല, പെട്ടെന്ന് മരിക്കുന്നു. ഇവിടെയും ഞാനതാ വന്നപ്പോൾ ഞാനതാ ഒരു വീട്ടിൽ കയറി. ആ വീട്ടിലുള്ള ഉമ്മ, മറക്കപ്പുറത്ത് നിന്ന ഉമ്മ പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം, എന്റെ ഉമ്മാക്ക് സ്ട്രോക്ക് പറ്റിപ്പോയി. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഉമ്മാക്ക് പ്രഷർ ഉണ്ടായിരുന്നു? ഇല്ല, പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്, സ്ട്രോക്കുകൾ വല്ലാതെ വ്യാപിച്ചിട്ടുള്ള കാലമാണ്. അതേ, ചെമ്മാടിനടുത്ത്
അടുത്ത് കൊടിഞ്ഞിക്കടുത്ത് ചെറുമുക്കെന്ന സ്ഥലത്ത് ഈ അടുത്ത് ഞാൻ വാതിനയൊന്നു വാല് കഴിഞ്ഞിട്ട് സംഘാടകർ പറഞ്ഞു, നമുക്കിവിടെ നന്നായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നവർ സ്ട്രോക്ക് ബാധിച്ച് കടന്ന കടത്തത്തിലാണെന്ന് കാണാൻ പോകണം. പോയി നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കിടക്കുന്നു, സംസാരിക്കാൻ കഴിയുന്നില്ല. അസുഖങ്ങൾ ആരെ എപ്പ തേടി വരുന്നു എന്ന് പറയാൻ കഴിയുന്നില്ല. ആരോഗ്യമുള്ളവൻ ഒരു നിമിഷം കൊണ്ട് അനാരോഗ്യനായി മാറുന്നു. അല്ലാഹു നമ്മെ സർവമാരകമായ രോഗങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എന്നിട്ടോ നല്ല രൂപത്തിലൊന്ന് മരിക്കാൻ കഴിയണം. അതിന് നമുക്ക് ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. ഓ സുഹൃത്തുക്കൾ,